വെൽക്കം ടു സൈറ ലേണിംഗ്സ്. UGC നെറ്റിൽ ബിസിനസ് എൻവയോൺമെന്റിൽ പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ ഒരു കൺട്രി ബേസ്ഡ് തിയറീസ് അല്ലെങ്കിൽ മോഡേൺ ഓർ ഫെയിം ബേസ്ഡ് തിയറീസ്. ഇതിൽ ക്ലാസിക്കൽ തിയറിയിൽ വരുന്നത് മെർക്കന്റലിസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, അതുപോലെ HO തിയറി, ഇത് ഫാക്ടർ എൻഡോമെന്റ്, ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. മോഡേൺ അല്ലെങ്കിൽ ഫെയിം ബേസ്ഡ് തിയറീസിൽ വരുന്നത് കൺട്രി സിമിലാരിറ്റി തിയറി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി, ഗ്ലോബൽ സ്ട്രാറ്റജിക് റൈവൽറി തിയറി, പോർട്ടർ നാഷണൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഇത്രയാണ് വരുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് മെർക്കന്റലിസം ആണ്. ഇന്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അസ്യൂം ചെയ്യും ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് മെർക്കന്റലിസം എന്നുള്ളത്. പക്ഷെ മെർക്കന്റലിസം എന്ന് പറയുന്നത് വളരെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് കൺട്രോൾ എല്ലാ മേഖലകളിലും വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു തിയറിയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. മെർക്കന്റലിസം സീറോ സം ഗെയിം എന്നും അറിയപ്പെടുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, മെർക്കന്റലിസം പ്രകാരം ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് അതിന്റെ കൈവശമുള്ള ഗോൾഡിനെയും സിൽവറിനെയും വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. ഒരു രാജ്യത്തിന് ഗോൾഡ് ആൻഡ് സിൽവർ കൂട്ടണമെങ്കിൽ, അത് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യണം. പണ്ട് കാലങ്ങളിൽ കറൻസിക്ക് പകരം ഇതുപോലെ ഗോൾഡ് ആൻഡ് സിൽവർ ഒക്കെയാണ് എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഗോൾഡ് ആൻഡ് സിൽവർ കിട്ടും, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് ഗോൾഡ് ആൻഡ് സിൽവർ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു രാജ്യത്തിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് ആണ്. അതുകൊണ്ടാണ് ഇത് സീറോ സം ഗെയിം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. ആഡം സ്മിത്ത് ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്കിലാണ് ആഡം സ്മിത്ത് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയെ കുറിച്ച് പറയുന്നത്. എന്താണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഏത് രാജ്യത്തിനാണോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് അതിന് എന്തുണ്ട്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, രണ്ട് രാജ്യങ്ങളാണ്. ഈ തിയറി അസ്യൂം ചെയ്യുന്നത് 2 country 2 commodity 1 factor എന്നുള്ളതാണ്. അത് ഓർത്ത് വെക്കണം. 2 country 2 commodity 1 factor, ലേബർ എന്നുള്ള ഒരു ഫാക്ടർ മാത്രം ഉള്ളതായിട്ടാണ് ഈ തിയറിയിൽ അസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ, രണ്ട് പ്രൊഡക്റ്റ്, ലേബർ എന്നുള്ള ഒറ്റൊരു ഫാക്ടർ, അത് മാത്രമാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, കൺട്രി എക്ക് ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8 രൂപയാണ് വേണ്ടത്, അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ 5 രൂപയാണ് വേണ്ടത്. കൺട്രി ബിക്ക് ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയും അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ 4 രൂപയാണ് വേണ്ടത്. ഇവിടെ ബാഗ് ഏറ്റവും ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രി എ ആണ്. അപ്പൊ ബാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൺട്രി എക്ക് എന്തുണ്ട്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഇനി അംബ്രല്ലേന്റെ കേസിൽ കൺട്രി എക്ക് അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ 5 രൂപയാണ് വേണ്ടത് ഒരു കുട പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. കൺട്രി ബിക്ക് ആണെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ 4 രൂപ മതി. അപ്പൊ അംബ്രല്ലയുടെ കേസിൽ കൺട്രി ബിക്കാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ ക്യാഷിന് ആർക്കാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തിയറി പറയുന്നത് ഏത് രാജ്യത്തിനാണോ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് അതിന്മേൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത്. ഈ തിയറി പ്രകാരം കൺട്രി എ എന്ത് ചെയ്യണം? ബാഗ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കൺട്രി ബി അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഏറ്റവും ലോവർ കോസ്റ്റിൽ ആർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഇനി ഇതിന്റെ അസംഷൻസ് ആണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 countries 2 commodities 1 factor, ലേബർ എന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഇതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ.
ഇപ്പൊ ലേബർ മാത്രം ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ലേബർ ആണ്. ഏത് രാജ്യത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള എംപ്ലോയീസ് ആണെങ്കിൽ കൂടി അവരുടെ സ്കില്ലും പ്രൊഡക്ടിവിറ്റിയും ഒന്നാണ്. എംപ്ലോയീസിന്റെ സ്കില്ലിലും പ്രൊഡക്ടിവിറ്റിയിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. രണ്ടാമത്തത് ഈ തിയറി മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ ടു ഗുഡ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്നുള്ളതാണ്. 10% ഇൻപുട്ട് കൊടുത്താൽ 10% ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണോ അതിന് ആനുപാതികമായിട്ടുള്ള മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് വിതിൻ കൺട്രി. നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലേബർ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ ഉള്ളില് എംപ്ലോയീസിന് എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം, ഫ്രീ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റൊരു കൺട്രിയിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. ഒരു രാജ്യത്തിന്റെ ഉള്ളില് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഈ ഫാക്ടറിന് മൊബിലിറ്റി ഉണ്ട്, പക്ഷെ രാജ്യങ്ങളുടെ ഇടയിൽ മൊബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് മൂവ് ചെയ്യാൻ എളുപ്പമാണ് ലേബർ എന്നുള്ളത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നുള്ളത്, അവർക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൽ അസ്യൂം ചെയ്യുന്നത്. ലാസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. എല്ലാ റിസോഴ്സുകളും ഏറ്റവും നല്ല രീതിയിൽ എംപ്ലോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. എല്ലാ വർക്കേഴ്സും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. അടുത്ത തിയറിയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഡേവിഡ് റിക്കാർഡോ ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് റിലേറ്റീവ് കോസ്റ്റ് തിയറി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ രണ്ട് രാജ്യങ്ങൾ, രണ്ട് കമ്മോഡിറ്റി, ഒരു ഫാക്ടർ എന്നുള്ള അസംഷൻ തന്നെയാണ്. രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു രാജ്യത്ത് തന്നെയാണ് ഏറ്റവും ചെലവ് കുറയുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ജസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കുക. കൺട്രി എ ആൻഡ് ബി. കൺട്രി എക്ക് ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ 8 രൂപയാണ് വരിക. അംബ്രല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ 4 രൂപ. കൺട്രി ബി ആണെങ്കിൽ ബാഗിന് 10 രൂപ, അംബ്രല്ലയ്ക്ക് 5 റുപ്പീസ്. ഇവിടെ ബാഗിന്റെ കേസിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് കൺട്രി എക്കാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൺട്രി എക്കാണ്. അംബ്രല്ലയുടെ കേസിലും എക്ക് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ചെലവ് വരിക. 4 രൂപ മതി കൺട്രി എക്ക്, ബി ആകുമ്പോൾ അത് 5 രൂപയാവും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യും? രണ്ട് പ്രൊഡക്റ്റും കൺട്രി എ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ബി രണ്ടും എക്സ്പോർട്ട് ചെയ്യണോ? അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ആർക്കാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതല്ല, ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒരു രാജ്യത്തിന് തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റും കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ കൂടിയും ഇന്റർനാഷണൽ ട്രേഡ് വഴി എല്ലാ രാജ്യങ്ങൾക്കും ട്രേഡ് നടത്താൻ പറ്റും. അപ്പം ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഒന്നെങ്കിൽ അത് നിങ്ങൾ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് റെന്റിന് കൊടുക്കാം. റെന്റിന് കൊടുത്താൽ മാസം 5000 രൂപയാണ് വാടക എന്ന് കരുതുക. അത് ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാന്ന് തീരുമാനിച്ചാൽ ഈ മാസാമാസമുള്ള 5000 രൂപ റെന്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ 5000 രൂപ കിട്ടാതെ പോകുന്ന 5000 രൂപ റെന്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഒരവസരം എടുക്കുന്നത് കൊണ്ട് നഷ്ടമായി പോകുന്ന മറ്റൊരു അവസരത്തെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊണ്ടുള്ള എന്ന് അർത്ഥമാക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ബുക്കിലാണ് ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ തിയറിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്, ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രി എ ആൻഡ് ബി. കൺട്രി എക്ക് തന്നിരിക്കുന്ന റിസോഴ്സ് കൊണ്ട് ഒന്നെങ്കിൽ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. കൺട്രി ബിക്ക് ആണെങ്കിൽ ഒന്നെങ്കിൽ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതേ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 3 ടൺ
വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ എക്സാമ്പിൾ നോക്കുക. കൺട്രി എ കാറ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ടൺ വീറ്റ് ആണ്. ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് തീരുമാനിച്ചാൽ അതിന് നഷ്ടമാവുന്നത് എത്രയാണ്? 2 ടൺ വീറ്റ് ആണ് നഷ്ടമാവുക. കൺട്രി ബിന്റെ കേസിൽ കാറ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചാല് 3 ടൺ ഓഫ് വീറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരിവിടെ 3 ടൺ വീറ്റ് വേണ്ട എന്ന് വെക്കേണ്ടി വരും. ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവ് എവിടെയാണ്? കൺട്രി എക്കാണ്. കാരണം ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് 2 ടൺ വീറ്റ് വേണ്ടാന്ന് വെച്ചാൽ മതി. പക്ഷെ കൺട്രി ബിന്റെ കേസിലാണെങ്കിൽ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് 3 ടൺ വീറ്റ് അവർക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവ് കൺട്രി എക്കാണ്. അതുകൊണ്ട് കൺട്രി എ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവ് ആരാണോ അവരത് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കൺട്രി എയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ കൺട്രി എ കാർ പ്രൊഡ്യൂസ് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുകയും വേണം എന്നാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഒരു രാജ്യത്തിന് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ 2 പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടി മറ്റേ രാജ്യത്തിനും എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇവിടെ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് പരിഗണിക്കുന്നത്. അടുത്ത തിയറിയാണ് HO തിയറി എന്ന് പറയുന്നത്. ഇത് ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി, ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷന്റെ ഇൻപുട്ടുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ ഇൻപുട്ടുകളാണ് ഉപയോഗിക്കുന്നത് അതിന് മറ്റൊരു പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും ഷോർട്ട് ആയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സെൽ എന്നാണ് പറയാ. ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്, ലാൻഡ്, ലേബർ, ഇത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് അറിയപ്പെടുന്നത്. പെച്ചോ തിയറിയിൽ പറയുന്നത് ഒരു രാജ്യത്ത് ഏത് റിസോഴ്സ് ആണോ ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആ രാജ്യം ആ പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാന്നുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാലും മനസ്സിലാവും. ഒരു രാജ്യത്ത് എന്ത് റിസോഴ്സ് ആണോ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണോ കൂടുതലായിട്ടുള്ളത് അവർ അത് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുകയും അതായിരിക്കും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികൾ, അവിടെ അവർക്ക് പെട്രോളിയം റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരുടെ രാജ്യത്ത് എന്ത് റിസോഴ്സ് ആണോ കൂടുതലായിട്ടുള്ളത് അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് HO തിയറി പറയുന്നത്. ഒരു രാജ്യത്ത് എന്ത് റിസോഴ്സുകളാണോ കൂടുതലുള്ളത് അവരങ്ങനെയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് HO തിയറി പറയുന്നത്. ഇതിൽ ലേബർ ഇന്റൻസീവ് എന്നും ക്യാപിറ്റൽ ഇന്റൻസീവ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ അവർ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ്. അവിടെ ലേബർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ കൂടുതലായിട്ട് മാൻ പവർ അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ മാൻ പവർ കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യാനും തയ്ക്കാനും അസംബിൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ്. അപ്പൊ അവർ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും. ഇനി ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ള രാജ്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും. പെച്ചോ തിയറി, ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി, ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്ത് എന്ത് റിസോഴ്സ് ആണോ കൂടുതലായിട്ടുള്ളത് ആ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് HO തിയറി പറയുന്നത്. അടുത്തത് ലിയോന്തിഫ് പാരഡോക്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. HO തിയറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് ലിയോന്തിഫ് പാരഡോക്സ് എന്ന് പറയാം. 1950s ലിയോന്തിഫ് ഒരു സ്റ്റഡി നടത്തുകയും ഈ ട്രേഡ് പാറ്റേൺസ് അനലൈസ് ചെയ്യുകയും ചെയ്തു. US എന്ന് പറയുന്നത് വളരെ ക്യാപിറ്റൽ അബൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. HO തിയറി പ്രകാരമാണെങ്കിൽ US എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഇതിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് US ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്.
ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് ലിയോൺതിസ് പാരഡോക്സ് എന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. HO തിയറി പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രികൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ലിയോൺതിഫ് പാരഡോക്സ് അല്ലെങ്കിൽ ലിയോൺതിഫ് എന്ന് പറയുന്ന ആള് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഏറ്റവും ക്യാപിറ്റൽ അബൻഡന്റ് ആയിട്ടുള്ള US എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവര് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാരഡോക്സിനെയാണ് ലിയോൺതിഫ് പാരഡോക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇത്തവണ മാത്രമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ജൂൺ 2024 ക്വസ്റ്റ്യൻ ആണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ്. ആഡം സ്മിത്ത് ആണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്നുള്ള തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ആണ്. മാച്ച് ദ ഫോളോവിങ് ആയിട്ടാണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരു തിയറി കുറിച്ച് ചോദിക്കുക എന്നതിന്റെ അപ്പുറം മാച്ച് ദ ഫോളോവിങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതിൽ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആണുള്ളത്. ലിസ്റ്റ് 1 റേവിഡ് റിക്കാർഡോ, മൈക്കൽ പോർട്ടർ, ആഡം സ്മിത്ത്, HO തിയറി ഇത്രയാണ് പറയുന്നത്. ലിസ്റ്റ് 2 തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ഫാക്ടർ എൻഡോമെന്റ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, തിയറി ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് 4 തന്നിട്ടുള്ളത്. ഇതില് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ളത് ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ C എന്ന് പറയുന്നത് 1 ആയിട്ടുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. അത് ഓപ്ഷൻ B ആണ്. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആഡം സ്മിത്തിന്റെ തിയറി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണെന്ന് അറിയുന്നവർക്ക് കൂടി ഇതിന്റെ മുഴുവൻ ആൻസറിലേക്ക് എത്താൻ പറ്റും. C 1 ആവുന്നത് Bയിൽ മാത്രമാണ്. ഇപ്പൊ ഡേവിഡ് റിക്കാർഡോയുടെ തിയറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. മൈക്കൽ പോർട്ടറിന്റെ തിയറി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ആഡം സ്മിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. HO തിയറിയുടെ മറ്റൊരു പേരാണ് ഫാക്ടർ എൻഡോമെന്റ് അല്ലെങ്കിൽ ഫാക്ടർ പ്രപ്പോർഷൻസ് എന്നുള്ള തിയറീസ്. താങ്ക് യു.